മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ 50 ദിവസത്തിന് ശേഷം പുറത്തേക്ക്. കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കെ.പി. അഭിലാഷ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അഭിലാഷ്, കഴിഞ്ഞ മാർച്ച് 21-നാണ് അരവിന്ദ് കെജ്രിവാളിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് 50 ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ. എന്തായാലും ഇന്ന് തന്നെ അദ്ദേഹം പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും ഇടക്കാല ജാമ്യം അനുവദിക്കപ്പെട്ട സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി ഇനി നടപടിക്രമങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുവാനുള്ള സാധ്യതയാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അത് അരവിന്ദ് കെജ്രിവാളിന് മാത്രമല്ല ഇന്ത്യ മുന്നണിക്കും ഒരുപോലെ ആശ്വാസകരമാകുന്ന ഒരു വിധി പ്രസ്താവമാണ്. ഇടക്കാല ജാമ്യം ആണ് സുപ്രീം കോടതി അനുവദിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ജൂൺ 1 വരെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിട്ടുള്ളത് എന്നത് തന്നെയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ടത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3 ഘട്ടങ്ങൾ പൂർത്തിയാവുകയും 4ാം ഘട്ട പരസ്യപ്രചാരണം അടുത്ത ദിവസം അവസാനിക്കാൻ ഇരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. തീർച്ചയായും ഇത് നിയമപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടത്തിലേക്ക് കടക്കുന്ന കേസ് തന്നെയാണ്. ഡൽഹി മദ്യനയ അഴിമതി കേസ് എന്നത് വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട, അതായത് 100 കോടി രൂപയോളം അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതുമാത്രവുമല്ല, ഈ മദ്യനയം തന്നെ പിന്നീട് പിൻവലിക്കുകയും അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പിൻവലിക്കുകയും ചെയ്തിട്ടുള്ള പശ്ചാത്തലമുണ്ട്. അത് എന്തു തന്നെയായാലും ഇനിയും നിയമ പോരാട്ടം തുടരേണ്ട ഒന്നാണ്. പക്ഷേ ടോം, നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം തന്നെയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചതിന് ശേഷം ആയിരുന്നു അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രി കൂടിയാണ് എന്ന് നമുക്കറിയാം, അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ജാമ്യാപേക്ഷ ഉൾപ്പെടെ നൽകിയെങ്കിലും അത് തള്ളിപ്പോകുന്ന സാഹചര്യവുമാണ് ഉണ്ടായത്. അതിനു മുമ്പ് നമുക്കറിയാം ഏതാണ്ട് 9 തവണ ആയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് അയച്ചത്. ആ ഘട്ടത്തിലെല്ലാം അരവിന്ദ് കെജ്രിവാൾ വലിയ തോതിലുള്ള ആത്മവിശ്വാസം ആയിരുന്നു പ്രകടിപ്പിച്ചത്. താൻ കോടതിയിൽ കണ്ടുകൊള്ളാം എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ ആയിരുന്നു ആ ഘട്ടത്തിൽ വന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് കനത്ത തിരിച്ചടി. ഒരുപക്ഷെ രാഷ്ട്രീയമായി നമുക്ക് എടുത്തു പറയേണ്ടത് അവിടെ ടോം, ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടായാൽ അതിനെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ സാധിക്കുമെന്ന ഒരു മുൻധാരണ അരവിന്ദ് കെജ്രിവാളിനും AAPക്കും പോലും ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രമാദമായ കേസിൽ പോലും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാകാതിരുന്നത്. എന്നാൽ പിന്നീട് ആ സാഹചര്യം മാറി മറിയുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ AAPയുടെ തലവൻ എന്ന് തന്നെ പറയാവുന്ന AAPയുടെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ വളരെ പെട്ടെന്ന് തന്നെ, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത് മണിക്കൂറുകൾക്കകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതായിരുന്നു ഞെട്ടിച്ച സംഭവം. അതിനുശേഷം പിന്നീട് കോടതിയെ അടക്കം അരവിന്ദ് കെജ്രിവാൾ പലതവണ സമീപിച്ചുവെങ്കിലും അപ്പോഴും ഒന്നും കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുഭവപൂർണമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല. അതിനുശേഷമായിരുന്നു ഈ രാഷ്ട്രീയ സാഹചര്യവും അസാധാരണമായ സാഹചര്യവും എന്ന് കോടതി തന്നെ നിരീക്ഷിച്ച ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം ആയിരുന്നു. അങ്ങനെ കോടതി കൂടി നിരീക്ഷിക്കുകയും അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷയിന്മേലുള്ള വാദം പൂർത്തിയാക്കുക, അത് പൂർണ്ണമായും കേൾക്കുക, അതിനുശേഷം ജാമ്യം നൽകുക, അത് ഏറെ താമസം നേരിടാൻ സാധ്യതയുള്ള ഒന്നാണ്. അതുകൊണ്ട് തൽക്കാലം ഇടക്കാല ജാമ്യാപേക്ഷ പരിഗണിക്കാം, അതിന്മേൽ തീരുമാനം പറയാം എന്നുള്ളതായിരുന്നു കോടതിയുടെ നിരീക്ഷണം. നമ്മൾ കഴിഞ്ഞ വാർത്തകളിലും അങ്ങനെ ഒരു നിരീക്ഷണം കോടതി നടത്തിയതിലൂടെ തന്നെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുവാനുള്ള സാധ്യതയാണ് മുന്നിൽ ഉള്ളത് എന്ന് നമ്മൾ നിരീക്ഷിച്ചിരുന്നു. അതിനെ ശരിവെക്കുന്ന തരത്തിൽ ഉള്ള ഉത്തരവ് ആണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ജൂൺ 1 വരെയാണ് ഇപ്പോൾ ഈ ജാമ്യം ലഭിക്കുന്നത് എങ്കിൽ പോലും അത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാകുന്ന ഒന്നാണ്. കാരണം ഈ ഘട്ടത്തിൽ ഭരണ പ്രതിസന്ധി എന്നതല്ല AAPയും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളും നേരിടുന്ന വെല്ലുവിളി. ഈ ഭരണവുമായി ബന്ധപ്പെട്ട, അതായത് അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഫയലുകളിൽ ഒപ്പിടുക, ഭരണ നിർവഹണം നടത്തുക എന്നതൊക്കെ ശ്രമകരമാകുന്ന ദൗത്യമാണ്. അത്തരം ചില ഉപാധികൾക്ക് സാധ്യതയുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ അല്പസമയത്തിനകം ഈ കോടതി വിധിയുടെ ഒരു പൂർണ്ണരൂപം ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികളുടെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിൽ ജാമ്യം നൽകിയിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അഭിലാഷിലേക്ക് എത്താം. അതിനു മുൻപ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. मौखिक ऑर्डर कोर्ट ने प्रोनाउंस किया, उसमें कोर्ट ने कहा कि अरविंद केजरीवाल जी को 20 दिन के लिए इंटरिम बेल दी जा रही है 2 जून तक, और कोई
कैंपेनिंग के ऊपर कोई रिस्ट्रिक्शन नहीं है, वो क्या कह सकते हैं या क्या नहीं कह सकते हैं उस पर कोई रिस्ट्रिक्शन इम्पोज नहीं की गई है। जबकि जब ऑर्डर भी प्रोनाउंस किया जा रहा था तब भी ईडी ने रिक्वेस्ट किया कि कोई रिस्ट्रिक्शन डाली जाए, लेकिन कोई रिस्ट्रिक्शन नहीं दी गई है। और 2 जून को उन्हें 2 जून तक की ये मोहलत दी गई है इंटरिम बेल की। अब मैं इंग्लिश अंग्रेजी में आज से लागू होगी। और अभी जितना ओरली बोला गया है, ओरली ऑर्डर में और कोई कंडीशन नहीं है, लेकिन हमें लिखित ऑर्डर देखना होगा कि और कोई कंडीशन है या नहीं है, पहली बात। दूसरी बात, इस ऑर्डर जब ये अपलोड हो जाएगा और अवेलेबल हो जाएगा, इसके बेसिस पे ट्रायल कोर्ट रिलीज का ऑर्डर पास करेगा। हम कोशिश करेंगे कि जल्द से जल्द आज ही हो जाए। वो हमारी कोशिश रहेगी कि अरविंद जी आज ही रिलीज हो जाए, वो जल्द से जल्द रिलीज हो जाए और आज ही रिलीज हो जाए। इंग्लिश में बोल टुडे एट 2 PM the bench in court 2 assembled for this matter and it pronounced a very short oral order. We have not yet seen the written order, which will be uploaded in the course of the day as we understand. And in that oral order, the court indicated that they are granting interim release / bail to Mr. Arvind Kejriwal. And that order of interim release will be operable up till 2nd of June, that is during the election process. And there is no restriction on his campaigning as to what he can say, what he cannot say while he is out in these 22 days. Any further aspect, we'll have to see the order and then only comment. So when do you think he'll be released? We are anticipating that the order should be getting uploaded quickly. We'll obviously move for release today itself. We'll try for the release today itself. And we hope that it should happen today itself. മദ്യനയ അഴിമതി കേസിൽ തിഹാർ ജയിലിലായിരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. KP അഭിലാഷിലേക്ക് വീണ്ടും. അഭിലാഷ്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മറ്റു തടസ്സങ്ങളില്ല, അത്തരമൊരു നിയമ തടസ്സമൊന്നുമില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ ചുമതല വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉപാധികൾ വെച്ചിട്ടുണ്ടോ ഈ വിധിയിൽ? ടോം, അല്പസമയം മുമ്പ് അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഓറലി പറഞ്ഞിട്ടില്ല. വാക്കാൽ പരാമർശം, അതായത് ഈ കോടതി വിധിയുടെ വാക്കാൽ പരാമർശത്തിൽ അത്തരത്തിലുള്ള ഒരു ഉപാധികളും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇതിന്റെ പ്രിന്റ് ലഭിക്കുമ്പോൾ, അതായത് കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കുമ്പോൾ മാത്രമാണ് ഇത് സംബന്ധിച്ച മറ്റു കാര്യങ്ങൾ വ്യക്തത കൈവരികയുള്ളൂ. തീർച്ചയായും അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രിവിലേജ് ഉണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇടക്കാല ജാമ്യം ലഭിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരാൾക്ക് ഒരു പക്ഷേ രാജ്യം വിട്ടു പോകരുത് എന്നതിനപ്പുറത്ത് മറ്റ് ഇന്ത്യയിൽ എവിടെയെങ്കിലും സഞ്ചരിക്കുന്നതിനോ ഒന്നും ഒരു തടസ്സവും ഉണ്ടാകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയം കൂടിയാണ്. അത്തരത്തിൽ ഉപാധികൾ ഉണ്ടോ എന്നത് നമുക്ക് പൂർണ്ണമായും അറിയാൻ സാധിക്കുക തീർച്ചയായും ഈ വിധിപ്പകർപ്പ് വരുമ്പോഴാണ്. അതോടൊപ്പം ED പലതരത്തിലുള്ള വാദങ്ങളും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ഉന്നയിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പ് സമയമാണ് എന്നതിൻ്റെ ആനുകൂല്യം നൽകിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകരുത്, അത് ജനാധിപത്യത്തിലെ തന്നെ തെറ്റായ പ്രക്രിയയായി മാറും, കീഴ്വഴക്കമായി മാറും എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ ഒരു ആനുകൂല്യം ഇതിനു മുമ്പൊന്നും ആർക്കും ലഭിച്ചിട്ടില്ല എന്നും കുറ്റകൃത്യത്തിന്റെ ഗൗരവമാണ് കണക്കിൽ എടുക്കേണ്ടത് എന്നുമായിരുന്നു EDയുടെ വാദം. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ പുറത്തിറങ്ങിയാൽ പോലും അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടിയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വാദം ഉന്നയിച്ചത്. എന്തായാലും ആ വാദങ്ങൾക്ക് കാര്യമായ പരിഗണന ലഭിച്ചില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് എന്ന് കരുതി നമുക്ക് ഈ ജാമ്യത്തിൽ ഉപാധികൾ ഉണ്ടാകില്ല എന്ന് പൂർണ്ണമായും കരുതാനാകില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അടക്കം സജീവമാകാൻ അരവിന്ദ് കെജ്രിവാളിന് സാധിക്കുമെന്ന ആത്മവിശ്വാസം ആണ് അഭിഭാഷകൻ പുലർത്തുന്നത്. ഇതിലെടുത്തു പറയേണ്ടത് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് ടോം. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളിലും BJP ആണ് ഡൽഹിയിൽ വിജയിച്ചത്. നമുക്കറിയാം ഡൽഹിയുടെ ഒരു പ്രത്യേകത, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ തുടർച്ചയായി തന്നെ AAP വിജയിക്കുകയും AAP ഭരണത്തിലിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ പലപ്പോഴും വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ BJP നേതാക്കൾ വിജയിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ AAPയും കോൺഗ്രസും സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ രൂപത്തിൽ അവിടെ
4 മണ്ഡലങ്ങളിൽ ആണ് AAP മത്സരിക്കുന്നത്, 3 കോൺഗ്രസും. അങ്ങനെ മത്സരിച്ച് BJPക്കെതിരെ വിജയം നേടാം എന്ന ഒരു പൊതു വിലയിരുത്തൽ AAP സഖ്യത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുമ്പോൾ ഡൽഹിയിലടക്കം ക്യാമ്പയിനുകൾ നയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നു മാത്രവുമല്ല, ഈ അറസ്റ്റ് ഉൾപ്പെടെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ AAPക്ക് സാധിക്കും. അത്തരത്തിലുള്ള പ്രചാരണത്തിനാകും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്തായാലും 25-ാം തീയതിയാണ് ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിനും ക്യാമ്പയിനിൽ സജീവമാകുന്നതിനും അരവിന്ദ് കെജ്രിവാളിന് സമയം ലഭിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ജൂൺ 1 വരെയാണ്, അതായത് ജൂൺ 2-ാം തീയതി തിരികെ അരവിന്ദ് കെജ്രിവാളിന് ജയിലിലേക്ക് എത്തേണ്ട സാഹചര്യമാണ് ഇപ്പോൾ. ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചും ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും ആശ്വാസകരമായിട്ടുള്ള പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്. മദ്യനയ അഴിമതി കേസിൽ കഴിഞ്ഞ 50 ദിവസത്തോളം തിഹാർ ജയിലിലായിരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഒടുവിൽ ഇടക്കാല ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരുന്നു. ജൂൺ 1 വരെയാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതിലെങ്കിൽ ഉപാധികളുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരു പക്ഷേ വിധി പകർപ്പ് പുറത്തു വന്നാൽ ശേഷം മാത്രമായിരിക്കും ഏതെങ്കിലും ഉപാധികളുടെയാണോ ജാമ്യം എന്ന കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചൊരു വാർത്തയുണ്ട്. അതിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.